വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും പാർലമെന്റിൽ പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ത്യ സഖ്യം ശക്തി പ്രാപിച്ചു എന്നാണ്. എന്നാൽ തമിഴ്നാട്ടിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. അധികാരത്തിനു പിന്നാലെയാണ് കോൺഗ്രസും CPIM-ഉം CPIയും ഇപ്പോൾ പോകുന്നത്. അതായത് DMKയെ ഉപേക്ഷിച്ച് TVKയ്ക്കൊപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വിജയ്ക്ക് പിന്തുണ നൽകാൻ CPIM-ഉം CPIയും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു. അതോടെ വിജയ് അധികാരത്തിൽ വരും. DMK മാറി നിൽക്കും. AIADMKയും മാറി നിൽക്കുകയാണ്. DMK സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം ലീഗും മാറി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 108-ൽ നിന്നും 119 ഇപ്പോൾ വിജയ് അവരുടെ പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ കാര്യം. അതിന് വലിയ പിന്തുണ നൽകിയത് കോൺഗ്രസും CPIM-ഉം CPIയുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം 4 മണിക്കൂറിലധികം സമയമാണ് CPIM നേതാക്കളും CPI നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളായ കോൺഗ്രസും CPIM-ഉം CPIയും തമിഴ് വെട്രിക്കഴകത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിലെ 1-2 ഇടങ്ങളിൽ DMK പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തല്ലുണ്ടായി, അല്ലെങ്കിൽ നേരിയ തോതിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അതായത് നല്ലൊരു ബന്ധം അവിടെ തകരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വനിതാ ബില്ല് പരാജയപ്പെട്ടതോടുകൂടി തെക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നുവെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്തിൽ പാർലമെൻറ്റിലേക്ക് സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ആ സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്നാൽ ഇനിയും BJP കൊണ്ടുവരുന്ന പല ബില്ലുകളെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ DMK മാറി നിന്ന, അല്ലെങ്കിൽ DMK താല്പര്യം കാണിക്കാത്ത തമിഴ് വെട്രിക്കഴകത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസും CPIയും CPIM-ഉം തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം തെക്കേ ഇന്ത്യയിൽ കണ്ണുവച്ചിരിക്കുന്ന BJPക്ക് ഇത്തരം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില കൂട്ടുകെട്ടുകളെ പൊളിച്ച് കടക്കുവാൻ വേണ്ടി ഇത് വഴിയൊരുക്കും എന്നുള്ളത് ഉറപ്പാണെന്നാണ് DMKയ്ക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് DMK തൽക്കാലം ഇത്തരം സഖ്യങ്ങൾക്കൊപ്പം നിൽക്കാതെ മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സഖ്യം കൂടി തെക്കേ ഇന്ത്യയിൽ രൂപം കൊണ്ടിരിക്കുന്നു. തമിഴ് വെട്രിക്കഴകത്തിനൊപ്പം CPIM-ഉം CPIയും കോൺഗ്രസും ചേരുന്നു. ഇത് വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നീക്കം. പ്രത്യേകിച്ചും DMKയ്ക്കും AIADMKയ്ക്കും ഒരു വലിയ പേടിയുണ്ട്. ഈ സഖ്യം, അല്ലെങ്കിൽ വിജയ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്ന ഈ സഖ്യം ഇനി മുന്നോട്ട് പോയാൽ അതൊരു വലിയ ശക്തിയായി മാറപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ MGRൻ്റെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടക്കുമോ? തമിഴ്നാട്ടിൽ നിന്നും DMKയും AIADMKയും പിന്തള്ളപ്പെടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ AIADMKയും DMKയും ഒന്നും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. അല്പനാളിന് ശേഷം എന്ത് വില കൊടുത്തും ഈ സഖ്യത്തെ പൊളിക്കാനുള്ള നീക്കം അവരും തുടങ്ങും. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസിൻ്റെയും CPIയുടെയും CPIM-ൻ്റെയും നീക്കം ഈ തമിഴ് വെട്രിക്കഴകത്തെ പിന്തുണയ്ക്കാൻ. അത് DMKയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അവർ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് പാർലമെൻറ്റിൽ മാറിയിരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് DMK പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിൽ അവരിനി ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ മാറിയിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ദോഷം ചെയ്യുക പലപ്പോഴും പലതരത്തിലും BJPയെ എതിർക്കുന്ന കാര്യത്തിലായിരിക്കും. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതായിരുന്നു കോൺഗ്രസിന് ഏറ്റവും വലിയ പിടിവള്ളി. അതിനാണ് ഇപ്പോൾ വല്ലാത്ത തരത്തിൽ മങ്ങലേറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ ഉലഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വരും ദിവസങ്ങളിൽ DMKയും AIADMKയും അടുത്താൽ തന്നെയും അത് സംശയിക്കേണ്ടി വരില്ല. കാരണം
വിജയ് പോലുള്ള ഒരു കക്ഷി, ഒരു സിനിമാ നടൻ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായ പ്രിയപ്പെട്ട നടനാണ് വിജയ്. വിജയ് വളരെ പതിയെ പതിയെ ശക്തി പ്രാപിച്ച് വിജയ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ നേട്ടം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് DMKയ്ക്കും AIDMKയ്ക്കും നന്നായി അറിയാം. അതിന് തടയിട്ടേ മതിയാവുകയുള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് AIDMKയും DMKയും ഇനി ഒരുമിച്ച് നിന്നാലും അല്ലെങ്കിൽ കൈകോർത്താലും അതിലും സംശയിക്കേണ്ട കാര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ഈ സഖ്യങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്.